വ്യൂവേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും അതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു, എനിക്ക് എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയണം കേട്ടോ. പിന്നെ പെട്ടെന്ന് കൊണ്ടുവച്ച് സെക്കൻഡ് ഡേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നേരത്തെ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 3 ഐറ്റംസാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോയിലും അതിന് മുന്നത്തെ വീഡിയോയിലും ഒക്കെ നിങ്ങൾ എനിക്കൊന്ന് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഞാൻ ഹാപ്പിയാണ്, കാരണം നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ എൻ്റെ വീഡിയോ നേരെ താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. 10K എങ്കിലും ഡെയിലി വ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക്. 2-3 ദിവസം കഴിഞ്ഞാലും 2K, 4K, 5K ആ ഒരു റേഞ്ചിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഈ കുറച്ച് വീഡിയോ, ഈ ഒരു 2 വീഡിയോസിന് നിങ്ങൾ എനിക്കെന്ന സപ്പോർട്ട് വളരെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും തലേ ദിവസത്തെ പോലെ തന്നെ സെയിം മെനു ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. 3rd ഡേ മാത്രം വേറെ കുറച്ച് മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അതും നല്ല എന്താ പറയുക, നല്ല ഹറി ബറിയായിട്ട് പോയിട്ടുള്ള കുറേ ദിവസങ്ങളാണ് കേട്ടോ ആ സമയങ്ങളൊക്കെ. അപ്പോൾ പിടിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഞാൻ പുഡിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചേച്ചിയുടെ കൊടുത്തിട്ടുണ്ട്. ചേച്ചി അതൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നാൻസി ചേച്ചിയാണ് എനിക്കിവിടെ ഹെൽപ്പിനൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നലെ നമ്മൾ 15 എണ്ണമാണ് കൊണ്ടുപോയത്, ഇന്ന് നമ്മൾ 30 എണ്ണമാണ് കൊണ്ടുപോകുന്നത്. 3rd ഡേ നമ്മൾ 2 പുഡിങ്ങും പിന്നെ 30-40 വീതം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ എല്ലാം തന്നെ വിറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ പുഡിങ്ങും സംഭവങ്ങളും എല്ലാം ഞാൻ തന്നെ റെഡിയാക്കി വെക്കുമായിരുന്നു. ചേച്ചിമാർ എന്നെ നന്നായിട്ട് ഹെൽപ്പും ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് എടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്നലത്തെ സെയിം മെനു തന്നെയാണ് നമ്മൾ സെക്കൻഡ് ഡേ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. 3rd ഡേ മാത്രമാണ് നമ്മൾ ഒരു കുറച്ചൊന്ന് വ്യത്യാസം വരുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുലാവ്, മുരിങ്ങയില കോഴി എല്ലാം റെഡി ആവുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബാച്ചും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും തീർന്നു പോയേനെ. പക്ഷേ നമുക്ക് പോയി വന്ന് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ തിരിച്ചിവിടെ വന്നതിന് ശേഷം വീണ്ടും പോയിട്ട് വേണം നമ്മൾ അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും ആൾ വേണം. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയമായതുകൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ സെക്കൻഡ് ഡേ നമ്മുടെ ഐറ്റംസ് ഏകദേശം ഉച്ച കഴിയുമ്പോഴേക്കും ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ഞാൻ ഈ കൊണ്ടുപോയ കംപ്ലീറ്റ് ഐറ്റംസും തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് പുലാവ് മാത്രമാണ് ബാക്കി വന്നത്. പുലാവ് ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് കേട്ടോ തീർന്നിട്ടുണ്ടായിരുന്നത്. റൈസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പുലാവ് ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ട് അതും കംപ്ലീറ്റ് വിറ്റ് തീർത്തിട്ടാണ് കേട്ടോ. ഒരു തുള്ളി പോലെ നമ്മൾ ബാക്കി എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല. കംപ്ലീറ്റ് നമ്മൾ വിറ്റ് തീർത്തിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു അനുഭവമാണത്. അതെനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ എന്തായാലും പുലാവ്, അതുപോലെ മുരിങ്ങയില കോഴി, ഇനി ചെമ്മീൻ പിടിയും കൂടെയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ തലേ ദിവസം പിന്നെ പിടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും ഇവിടെ ചേച്ചിമാരും എല്ലാവരും കൂടെ കൂടിയിട്ട്, എനിക്ക് സെലിനാത്ത ഷെഫിനെ നാൻസി ചേച്ചിയാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൽ സെലിനാത്ത എടുത്ത് പറയേണ്ടതാണ്. സെക്കൻഡ് ഡേ എൻ്റെ കൂടെ കംപ്ലീറ്റും പുള്ളിക്കാരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് ആ ഒരു പ്രൈവസീനെ ബാധിക്കുന്നത് കൊണ്ടാണ്. വീഡിയോസൊക്കെ ഉണ്ട്, പക്ഷെ സെലിനാത്തയും കൂടെ ഉള്ളതുകൊണ്ട് ആ വീഡിയോസൊന്നും ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായാലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഏണിങ്സും കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 3 ദിവസത്തെ കച്ചവടം കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് 12,000-ഓളമാണ് കേട്ടോ വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്കൊരു വലിയ കാര്യമായിട്ട് തോന്നി. കാരണം അവരിങ്ങോട്ട് വെച്ചൊരു ഓഫറാണ്, നമ്മളത് ഏറ്റെടുത്തു. അത് നല്ല രീതിയിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഒരു 3 ദിവസത്തെ ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഹെൽപ്പ് ചെയ്തവർക്ക് എല്ലാവർക്കും എനിക്ക് നല്ല രീതിയിൽ ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി പിടിയും കൂടെ ആക്കിയിട്ട് നമ്മൾ നേരെ ഇനി അങ്ങോട്ടേക്ക് പോവുകയാണേ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 3rd ഡേ മാത്രം എനിക്ക് വേറെ കുറച്ച് ജോലികളുള്ളത് കാരണം ചെമ്മീൻ പിടിയും പുലാവും മാത്രം ഞാൻ ഉണ്ടാക്കിയിട്ട് ചിക്കൻ കറി ഇത്താനെ കൊണ്ട് വേറൊരു ഐറ്റം വെപ്പിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. 3rd ഡേ പക്ഷേ നമുക്ക് ആദ്യത്തെ 2 ഡേ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 3rd ഡേ കുറച്ച് നമുക്ക് ബാക്കിലേക്കായിരുന്നു. കാരണം എല്ലാവരും ചോദിച്ച് വന്നത് നമ്മുടെ മുരിങ്ങയില കോഴി എല്ലാവരും ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ നാളെ പറയാം കേട്ടോ എന്താ കാര്യം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഐറ്റംസൊക്കെ റെഡിയാക്കി നമ്മൾ എല്ലാം ആക്കിയിട്ട് കൊണ്ടുപോവാണ്. എല്ലാം ഓട്ടോയുടെ പുറകിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോവാണ്.
ഇവരൊക്കെ വന്ന് നല്ല നല്ല അഭിപ്രായങ്ങളാണ് കേട്ടോ പറഞ്ഞത്. ആദ്യം ഒരു ഐറ്റം വാങ്ങി കഴിച്ചു, പിന്നെ രണ്ടാമത് ഐറ്റം വാങ്ങി കഴിച്ചു, അങ്ങനെ എല്ലാം തന്നെ അവർ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ നമ്മൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. കാരണം അതിൻ്റെ ടെക്സ്ചറൊക്കെ ആകെ മാറും, ആ ഒരു മുരിഞ്ഞലക്കോഴീൻ്റെ കളർ തന്നെ ബ്ലാക്ക് കളറിലേക്കൊക്കെ എത്തും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഇത് കഴിക്കുന്നവരൊക്കെ നമ്മുടെ ഐറ്റംസാണ് കേട്ടോ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വന്ന് ആ ഒരു അഭിപ്രായം പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സങ്ങ് നിറയുന്നത്. പിന്നെ അതാ ഇവിടെ ക്ലീനിങ്ങിന് 2 ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിമാരോട് ചോദിച്ചു പുഡിങ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ല, അതെന്താണെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് ഇതാ പുഡിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 പേർക്കും ആദ്യം ഒരു ചേച്ചി എന്തോ പോലെയുണ്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ അവർ 2 പേരും കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓരോ പറഞ്ഞു വേണ്ട, പിന്നെ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടാ. പിന്നെ ഇതൊക്കെ അവിടുത്തെ സ്റ്റാഫാണ്, ഓരോരോ പൊസിഷനിലിരിക്കുന്ന വലിയ വലിയ ആളുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവരൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പുഡിങ് എല്ലാ ദിവസവും വന്ന് കഴിച്ചവരുണ്ട്. അങ്ങനെ നമ്മുടെ മുരിങ്ങയിലക്കോഴി ആദ്യം തീർന്നിരിക്കുകയാണ്. രണ്ടാമത് നമ്മളുടെ പിടിയാണ് തീർന്നത് കേട്ടോ, ഫുള്ളായിട്ടും തീർന്നിട്ടുണ്ട്. മൂന്നാമത്തെ തീർന്നതാണ് ഈ പുലാവ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുലാവ് ബാക്കിയുണ്ട്, കുറച്ച് ഒരു 3 പ്ലേറ്റിനും കൂടെ കാണും. അപ്പോൾ അങ്ങനെ ഏകദേശം 5-6 മണിയോടടുത്ത് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു 3 പ്ലേറ്റ് ഒന്നിച്ചാണ് ഒരാൾ വന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും അങ്ങനെ തീർന്നിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി, ഞാൻ കൃതാർത്ഥയായി. പിന്നെ ഞാൻ ഓർത്ത് ഈ സ്റ്റോൾ ഈ 2 ദിവസം വന്നിട്ടും സ്റ്റോളൊന്നും കാണാൻ പറ്റിയില്ല. കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ, നമ്മളല്ലേ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് സെലീനാത്ത. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരിയായിട്ട് ഞാനിങ്ങനെ എല്ലായിടത്തും നടന്ന് കുറേ ഐറ്റംസൊക്കെ ടേസ്റ്റ് ചെയ്തു. എന്തൊക്കെയോ മേടിച്ച് ഞങ്ങൾ കഴിച്ചു കേട്ടോ, നെല്ലിക്ക ഉപ്പിലിട്ടതോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ. കുറേ നല്ല നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് മറ്റേ ജാക്ക് ഫ്രൂട്ട് ചിപ്സാണ് കേട്ടോ, അത് ഉണക്കിയതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ പഴം ഉണക്കിയതുണ്ടല്ലോ, നമ്മുടെ സാധാരണ ഞാലിപ്പൂവൻ പഴം ഉണക്കിയത്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റേജിൽ കുട്ടികളുടെ ഡാൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം നമുക്കൊരു സർട്ടിഫിക്കറ്റൊക്കെ ഇവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളിവിടെ പങ്കെടുത്തതിൻ്റെ. അതിൻ്റെതാ ഞാൻ ലാസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ ദിവസം ഇതിന് സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സെലീനാത്താണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ അവർ തന്നിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഒരുപാട് വീഡിയോ ഇനി ഇടാനുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇത് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ സെക്കൻഡ് ഡേയിലും തേർഡ് ഡേയിലും ഒക്കെ എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. തേർഡ് ഡേയിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും തന്നെ എടുത്തിട്ടില്ല. ഞാൻ അത്രയും തിരക്കുണ്ടായിരുന്നു, ആകെ ടെൻഷൻ അടിച്ച് പോയിട്ടുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ദിവസം ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ സെക്കൻഡ് ഡേയും തേർഡ് ഡേയും ഇടാനുണ്ട്, അത്രയും വീഡിയോസ് കയ്യിലുണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ സോറി കേട്ടോ, റിയലി സോറി. അപ്പോൾ ഇത്രയും വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ കിട്ടുകയാണെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കാനൊക്കെ അത്യാവശ്യം അറിയാമെന്നുണ്ടെങ്കിൽ മാക്സിമം ടേസ്റ്റുള്ള നല്ല ക്വാളിറ്റിയിൽ ഫുഡ് കൊടുക്കുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് പറ്റും. അടിപൊളിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് പിന്നെ റിപ്ലൈ ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെയൊക്കെ ചോദിച്ചോളൂ, നമുക്ക് റിപ്ലൈ ഒക്കെ തരാം കേട്ടോ. ഇൻസ്റ്റാഗ്രാം ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ കമൻസിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പേഴ്സണലായിട്ട് റിപ്ലൈ തരാം ഇൻഷാല്ലാ. എനിക്കറിയാവുന്ന പോലെയൊക്കെ, എനിക്കിതിൽ വലിയ പ്രാവീണ്യമൊന്നുമില്ല, പക്ഷേ ഈ ഒറ്റ പ്രാവശ്യം ചെയ്തത് കൊണ്ടുള്ള ചെറിയ കുറച്ച് അറിവുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.